അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ പുറകെ നടന്ന് ശല്യം ചെയ്തു. അത് ഒരപ്പൻ്റെ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ് മകളുടെ പുറകെ ആരെങ്കിലും നടന്ന് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുക എന്നുള്ളത് അപ്പൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പൻ അത് കൃത്യമായിട്ട് നിർവഹിച്ചു. അതായത് സ്വന്തം മകളെ ഒരു നാറി പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു അത് സ്വന്തം മോളുടെ വായിന്ന് തന്നെ. നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ് അച്ഛ അല്ലെങ്കിൽ അപ്പ എന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു, എനിക്കത് പറ്റുന്നില്ല എന്നും സ്വന്തം മകളുടെ വായിന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരപ്പനും ഇറങ്ങിത്തിരിക്കും ചോദിക്കാൻ. അതേ ഈ അപ്പനും ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടേ. മകളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത്. റഫീഖിന്റെ ഏക വരുമാന മാർഗമാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്ന അതിക്രമത്തിൽ ഇല്ലാതായത്. സംഭവത്തിൽ പ്രദേശവാസിയായ യുവാവ് ആഷിഫും സഹോദരനും അറസ്റ്റിലായിട്ടുണ്ട്. ഇതിപ്പോ കുട്ടി ഒരു മാസമായി എന്നെ കൊണ്ട് പറയുന്നത് ഇങ്ങനെ ശല്യം ചെയ്യുന്നു. അപ്പൊ ഞാനത് കുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ വിട്ടു. പിന്നെ ചേക്കന് 19-30 വയസ്സുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ എന്നെ മാതിരിയാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. പിന്നെ 2 ദിവസം മുന്നേ അവൻ്റെ കാർ കൊണ്ട് നിർത്തിയിട്ട് ഡോറൊക്കെ തുറന്നിട്ട് കയറിടീന്നാ എന്തൊക്കെയാ പറയുന്നത്. അതേമാതിരി ആ കുട്ടിക്ക് വാച്ച് സ്പ്രേ ഒക്കെ ഞാൻ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ കുട്ടീനെ എന്തൊക്കെയാ കുട്ടി പേടിച്ചിട്ട് ഇനി ഞാൻ ട്യൂഷന് പോകുന്നില്ല, സ്കൂളിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോ വൈഫ് എൻ്റെ അടുത്ത് കാണിച്ചത് ഈ പയ്യനാണ് മോള് പറഞ്ഞ പയ്യനോ. ഞാൻ ചോദിച്ചു നീ എന്തിനാ ഈ പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നത്, എന്താണ് ചെറിയ കുട്ടികളല്ലേ, നീ എന്ത് കണ്ടിട്ടാണ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അല്ല അത് ഞാൻ എൻ്റെ പെങ്ങളുടെ കുട്ടിയാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്റെ പെങ്ങളുടെ കുട്ടി, എൻ്റെ മോൾ എങ്ങനെ നിന്റെ പെങ്ങളുടെ കുട്ടിയായെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ആൾ മാറിപ്പോയത് കണക്ക് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് പോലീസിൽ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ വണ്ടിയുടെ ഫോട്ടോ എടുത്തു, വണ്ടി നമ്പറുടെ ഫോട്ടോ എടുത്തിട്ട് ഞാനത് പോലീസിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല, കാണിച്ചു തരാൻ കൂടെ അവൻ പോയി. പിന്നെ രാത്രി ഒരു 10 മണിക്കൊക്കെ ഇവിടെ വന്ന് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ. അത് കഴിഞ്ഞ് 12 മണിക്ക് വന്ന് ചെയ്തത്. ഞാൻ കിടന്നുറങ്ങിയത് നമുക്ക് ശ്വാസം മുട്ടിയിട്ട് ശ്വാസം എടുക്കാൻ കിട്ടാണ്ടായിട്ട് ഞാൻ ഡോർ തുറന്നപ്പോൾ മൊത്തം തീയോ ആളി. പിന്നെ അത് കഴിഞ്ഞ് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ നോക്കിയിട്ട് പിന്നെ രാവിലെ സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞു. രാവിലെ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. മൊഴി കൊടുത്തിട്ട് വന്നു. പേടിയുണ്ടോ? പേടിയുണ്ട്. ഇനി ഇറങ്ങി വന്ന പെൺകുട്ടികൾ മാത്രമേ ഞാൻ തൊഴിലും പോവും. പെൺകുട്ടിയും വയസ്സായ ഉമ്മയും വൈഫാണ്. അവര് എന്താ അടിച്ചിട്ട് പേരിന് എന്താന്ന് പറയാ. പെൺകുട്ടികൾ മാത്രമല്ല വന്ന് കയറി എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ നമുക്ക് വളരെ പോലെ. കൊച്ചിന് വാച്ച് സ്പ്രേ ഒക്കെ മേടിച്ചു കൊടുക്കാൻ നീ ആരാടാ? കൊച്ചിൻ്റെ അച്ഛനോ? അതൊക്കെ അവളുടെ അപ്പനറിയാം എന്തൊക്കെ കൊച്ചിന് വേണം വേണ്ടാന്ന്. അതൊക്കെ അവളുടെ അപ്പൻ കൃത്യസമയത്ത് വാങ്ങിച്ച് കൊടുത്തോളൂ. അങ്ങനെ ഒരു മക്കളെ ആവശ്യവും അനാവശ്യവും അറിഞ്ഞ് വളർത്തുന്നതിനെയാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അല്ലാതെ കണ്ട മറ്റവന്മാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് സ്വരുക്കൂട്ടുന്നതല്ല നല്ല ശീലം. അവൻ്റെ ഫോട്ടോ ഉണ്ട്.